തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് കുറ്റ്യാടി ദേവർകോവിലിൽ തെരുവുനായ ആക്രമണം 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പേർക്ക് കടിയേറ്റു. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഷെയ്ഖ, മുഹമ്മദ് സിദാൻ എന്നിവർക്ക് കടിയേറ്റത്. ഇരുചക്ര വാഹന യാത്രിക റഹീമിയെയും നായ ആക്രമിച്ചു. തെരുവുനായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. ബെൻസൻ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉള്ളത്. ബെൻസൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരുവുനായ ആക്രമണം ഇടം പിടിക്കാത്ത വാർത്താദിനങ്ങൾ കടന്നു പോകുന്നില്ല എന്നൊരു സ്ഥിതിയുണ്ട്, പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ച്. ഇതിപ്പോ എന്താണ് സംഭവം? തെരുവുനായ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പെറ്റുപെരുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ കുറ്റ്യാടി ദേവർകോവിലാണ് ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2:30 കൂടി തെരുവുനായ ആക്രമണം ഉണ്ടായത്. അത് സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഷെയ്ഖ, മുഹമ്മദ് സിനാൻ എന്നീ 2 വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഇരുചക്രവാഹന യാത്രികയായിരുന്ന റഹിമ എന്ന യുവതിക്കും നേരെയാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഇവർക്ക് 3 പേർക്കും തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. എന്നാൽ മൂവരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഈ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ ഈ സ്കൂൾ വിദ്യാർത്ഥികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ റഹിമയെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരുവുനായയെ നാട്ടുകാർ കൊന്നു. അതോടൊപ്പം തന്നെ ഈ നായയുടെ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂരിലേക്ക് മാറ്റുന്നു എന്നും കൂടി അറിയുന്നുണ്ട്. കാരണം ഈ തെരുവുനായക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേവിഷബാധ ഉണ്ടോ എന്നതിലൊരു സ്ഥിരീകരണം കൂടി വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിലുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാണ് എന്ന് പലതവണ പരാതി ഉയർന്നിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ, ബെൻസൻ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.